കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ ഉപാധികൾ മുന്നോട്ടുവെച്ച ഹമാസ് സ്ഥിരം വെടിനിർത്തൽ വേണമെന്നും ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, എന്തൊക്കെയാണ് ഈ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ? ഇത് ഇസ്രായേൽ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അനീസ, രണ്ടാം ദിവസവും ഈജിപ്തിലെ ഷർമു ഷെയ്ഖിൽ ചർച്ച തുടരുകയാണ്. ഹമാസിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും പ്രതിനിധികൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ 6 ഉപാധികളാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് സുസ്ഥിരവും സമഗ്രവുമായിരിക്കണം വെടിനിർത്തൽ. ആ വെടിനിർത്തൽ ഒരു നിലക്കും ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന കൃത്യമായിട്ടുള്ള ഒരു ഉപാധിയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാന ഉപാധി എന്നത് ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും സൈനിക പിന്മാറ്റം ഉണ്ടാകണം. കാരണം ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് മാത്രം സൈന്യം പിൻവാങ്ങിയത് കൊണ്ടായില്ല. ഗസ പൂർണ്ണമായിട്ടും സൈനിക മുക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഈ ബന്ദികളുടെ കൈമാറ്റം സുരക്ഷിതമായിട്ട് നടക്കൂ എന്നതാണ് രണ്ടാമത്തെ ഉപാധി. മൂന്നാമത്തെ ഉപാധിയായിട്ട് പറയുന്നത് ഈ ഗസയിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിസ്സീമമാണ്. വളരെ വലിയ കൊടിയ യാതനകളിലൂടെ മുന്നോട്ട് പോകുന്ന അവർക്ക് എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ടുള്ള സഹായ വിതരണം ലഭ്യമാക്കണം. അതിന് കൂടുതൽ ട്രക്കുകൾ, എത്ര ട്രക്കുകൾ വേണ്ടി വരുമോ അത്രയും ട്രക്കുകൾ തന്നെ കടത്തിവിട്ടുകൊണ്ട് ആ ജനതയ്ക്കുള്ള സാന്ത്വനം ഉറപ്പാക്കണമെന്നതാണ് മൂന്നാമത്തെ ഉപാധി. നാലാമത്തത് പുറന്തള്ളിയ മനുഷ്യർക്ക് അവരുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചു വരാൻ, കാരണം വടക്കൻ ഗസയിൽ നിന്ന് മനുഷ്യരെ പൂർണ്ണമായിട്ട് ഇപ്പോൾ തെക്കൻ ഗസയിലേക്ക് പുറന്തള്ളിയിരിക്കുകയാണ്. അവർക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം ഒരുക്കണമെന്നതാണ് നാലാമത്തെ ഉപാധി. അഞ്ചാമത്തെ ഉപാധിയായിട്ട് പറയുന്നത് ഒരു അടിയന്തരമായി തന്നെ പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കണം. അത് ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന സ്വതന്ത്ര ഫലസ്തീൻ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ പുനർനിർമ്മാണ പ്രക്രിയ നടക്കേണ്ടത്. ഏറ്റവും അവസാനത്തെ ഉപാധിയായിട്ട്, 6ാമത്തെ ഉപാധിയായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ തടവുകാരുടെ കാര്യത്തിൽ അവരെ വിട്ടയക്കുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു കരാർ സെപ്പറേറ്റ് തന്നെ വേറെ തന്നെ രൂപപ്പെടുത്തണമെന്നതാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 6 ഉപാധികൾ. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവർ അംഗീകരിക്കുക ദുഷ്കരമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ഈജിപ്തിലെ ഷർമു ഷെയ്ഖിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും തിരക്കിട്ട കൂടിയാലോചനകൾ മധ്യസ്ഥ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്ത് വന്നാലും ഒരു കരാറിലേക്ക് തന്നെ കാര്യങ്ങൾ നീക്കണമെന്ന് ട്രംപ് നിർബന്ധം പിടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ഇസ്രായേൽ ഈ ഒരു ഉപാധികൾ എത്ര കണ്ട് അംഗീകരിക്കും, അല്ലെങ്കിൽ ഈ ഉപാധികളിൽ എത്ര കണ്ട് പിറകോട്ട് പോകാൻ ഹമാസ് നേതൃത്വം തയ്യാറാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ, ഏറ്റവും ചുരുങ്ങിയത് നാളെക്കകം തന്നെ ഒരു ചർച്ചയിലേക്കും ഒരു ധാരണയിലേക്കും എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഇന്നും അല്പം മുമ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനീസ, ചർച്ചകൾ പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ ഇതിനു മുമ്പും ഗസയിൽ കണ്ടതാണ്. ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 പദ്ധതി എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമാകുന്നതാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി തന്നെ തയ്യാറാക്കിയ പദ്ധതികളായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അതിന് വിപരീതമായ നിലപാട്, അല്ലെങ്കിൽ അതിന് വിപരീതമായ നിർദ്ദേശങ്ങൾ ഹമാസ് കൂടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? അനീസ, സങ്കീർണത എല്ലാ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് നിരായുധീകരണം ഉൾപ്പെടെയുള്ള എല്ലാ ഈ വ്യവസ്ഥകൾക്കും 20 പദ്ധതി മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥകൾക്കും ഹമാസ് തയ്യാറായത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ബന്ദിഭോജനത്തിന് അനിവാര്യമാണെന്ന് അമേരിക്ക തന്നെ നേരത്തെ ഉറപ്പിച്ചിരുന്നു. ആ അനുകൂലമായ സാഹചര്യം എന്നത് ഗസയിൽ നിന്ന് സൈനിക പിന്മാറ്റം ഉണ്ടാകണമെന്നാണ്. കാരണം ആ 20 പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഹമാസ് ഈ ഒരു ആവശ്യവും കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇസ്രായേൽ തള്ളിയിട്ടുണ്ട്. പക്ഷേ 20 പദ്ധതി എന്നത് അതിൽ നീക്കുപോക്കുകൾ ഉണ്ടാകും, അത് ആത്യന്തികമായ ഒരു പദ്ധതിയല്ല എന്ന് അമേരിക്കൻ നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനം എന്നത് ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട് എന്ന് അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട്. ആഭ്യന്തരമായിട്ട് വലിയ സമ്മർദ്ദം അമേരിക്ക നേരിടുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തുണ്ട്. ഇതൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വത്തെ നേരത്തെയുള്ള നിലപാടുകളിൽ നിന്നും അവരെ പുറകോട്ട് പോകാൻ പല ഘടകങ്ങളും പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇനി അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് ഈ പദ്ധതി രണ്ടുപേർക്കും വലിയ പരിക്കില്ലാതെ ഈ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമോ എന്ന തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫിന്റെയും അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകൻ ജറദ് കുഷ്ണറുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അമേരിക്ക കൈക്കൊള്ളുന്ന ഒരു നിലപാടിനെ നിരാകരിച്ചുകൊണ്ട് ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഏതൊക്കെ അർത്ഥത്തിൽ ഒരു വിട്ടുവീഴ്ചകളാകാമെന്ന ചർച്ചയാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ കൈറോയിൽ പുരോഗമിക്കുന്നത്. അനീസ, ശരി, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.